ഗ്രന്ഥരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ മലയാള തിരക്കഥ ഏതാണ്? ഉത്തരം മുറപ്പെണ്ണ്. ടോൾസ്റ്റോയിയുടെ അവസാന രചന? ഉത്തരം ഹാജി മുറാദ്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ തർജ്ജമ ചെയ്ത നോവൽ? ഉത്തരം അക്ബർ. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. മലയാളം തമിഴിന്റെ ഉപശാഖ മാത്രമാണെന്ന കാഡലിന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്ത ആദ്യ പണ്ഡിതൻ ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടട്ട്. പുരാതന കാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊതുവെ സംഭാഷണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ്? ഉത്തരം മൂലദ്രാവിഡ ഭാഷ. സാഹിത്യ ചരിത്രത്തിലെ പ്രാചീന ഘട്ടം എന്നറിയപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്? ഉത്തരം 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ. ഒരു ജ്ഞാനപീഠ ജേതാവിന്റെ കൃതിയാണ് ആരണ്യത്തിന്റെ അധികാരം. ആരാണ് ഈ എഴുത്തുകാരി? ഉത്തരം മഹാശ്വേത ദേവി. ശിവാജി സാവന്തിന്റെ പ്രശസ്തമായ നോവൽ? ഉത്തരം കർണൻ. മുൻ കർണാടക മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലിയുടെ നോവൽ? ഉത്തരം കൊട്ട. പ്രൊഫസർ MK സാനുവിന്റെ ആത്മകഥ? ഉത്തരം കർമ്മഗതി. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന വിശ്രുത നോവലിന്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഡൊമിനിക് ലാപ്പിയർ കൽക്കട്ട കേന്ദ്രമാക്കി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഏതാണ് അത്? ഉത്തരം ദി സിറ്റി ഓഫ് ജോയ്. എട്ടാമത്തെ മോതിരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം KM മാത്യു. കന്നഡയിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഉത്തരം മാടിദുണ്ണു മഹാരായ. ജ്ഞാനപീഠ ജേതാവായ ONVയുടെ പൂർണ്ണനാമം? ഉത്തരം ഒറ്റപ്ലാവിൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. രാഷ്ട്രീയ രംഗത്ത് ഏറെ കൊളിളക്ക് സൃഷ്ടിക്കുന്ന നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ അമേരിക്കൻ മാധ്യമം? ഉത്തരം വിക്കിലീക്സ്. ചമയങ്ങളില്ലാതെ ആരുടെ ഓർമ്മക്കുറിപ്പുകളാണ്? ഉത്തരം മമ്മൂട്ടി. സഫലം കലാപഭരിതം ആരുടെ കൃതിയാണ്? ഉത്തരം KPP നമ്പ്യാർ. സുരേന്ദ്രനാഥ ബാനർജി രചിച്ച പ്രശസ്തമായ കൃതി? ഉത്തരം എ നേഷൻ ഇൻ മേക്കിംഗ്. കേരള ലളിതകല അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ആനുകാലികം? ഉത്തരം ചിത്രവാർത്ത. ഡ്രാക്കുള എന്ന നോവലിന്റെ ശതാബ്ദി വർഷമായിരുന്നു 1997. ആരാണ് വിഖ്യാതമായ ഈ നോവൽ രചിച്ചത്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. ബുദ്ധൻ പിറന്ന നാട്ടിൽ ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KL മോഹനവർമ്മ. മഹാഭാരതത്തിന്റെ നിരൂപണ രൂപത്തിലുള്ള കൃതിയാണ് ഭാരത പര്യടനം. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം N പ്രഭാകരൻ. സസ്പെൻസുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രശസ്ത എഴുത്തുകാരി ആരാണ്? ഉത്തരം മേരി ഹിഗ്ലിൻസ് ക്ലാർക്ക്. എ സ്ട്രേഞ്ചർ ഈസ് വാച്ചിങ്, ഡാഡീസ് ലിറ്റിൽ ഗേൾ എന്നിവയാണ് പ്രധാന കൃതികൾ. റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കഥ പറയുന്ന സിനിമ? ഉത്തരം കാറ്റ് കടൽ അതിരുകൾ. 2020 പത്മശ്രീ നേടിയ നോക്കുവിദ്യ പാവക്കളി കലാകാരൻ ആരാണ്? ഉത്തരം M പങ്കജാക്ഷി. 2020 ടൈലർ പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം പവൻ സുഖ്ദേവ്. പരിസ്ഥിതി മേഖലയിൽ നോബൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ടൈലർ പുരസ്കാരം. ഒരു മലയാളി ഭ്രാന്തന്റെ ഡയറി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം N പ്രഭാകരൻ. 2019 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഇളയരാജ. ഡ്രീംസ് ഓഫ് എ ബില്യൺ, ഇന്ത്യ ആൻഡ് ദ ഒളിമ്പിക് ഗെയിംസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ഗോപിചന്ദ്. ആസിഡ് ആക്രമണത്തിന് ഇരയായ സാമൂഹിക പ്രവർത്തക ലക്ഷ്മി അഗർവാളിന്റെ കഥ പറയുന്ന ചിത്രം? ഉത്തരം ചപാക്. നായിക ദീപിക പദുക്കോൺ, സംവിധായക മേഘ്ന ഗുൽസാർ. ജന്മന അന്ധനായ ഭക്തകവി ആരാണ്? ഉത്തരം സൂർദാസ്. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ.
ഒരു പ്രശസ്ത ഗാനരചയിതാവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നീലക്കുയിൽ. ആരുടേതാണ് ഇത്? ഉത്തരം പി ഭാസ്കരൻ. ഇന്നലെ ചെയ്തൊരു അബദ്ധം മൂഢർക്കിന്നത്തെയും ആചാരമാവാം, നാളത്തെ ശാസ്ത്രമതാവാം, അതിൽ മൂളായിക സമ്മതം രാജൻ. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുമാരനാശാൻ. കതിര്, കാണാക്കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് ഇത് രചിച്ചത്? ഉത്തരം പൊൻകുന്നം വർക്കി. കെ പി അപ്പൻ ഏത് സാഹിത്യശാഖയിലാണ് പ്രധാനമായും വ്യാപൃതനായിരുന്നത്? ഉത്തരം സാഹിത്യ വിമർശനം. പ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ജേക്കബ് തോമസ്. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. കലാമണ്ഡലം സ്ഥാപിക്കുന്നതിന് വള്ളത്തോളിനെ സഹായിച്ച രാജാവ്? ഉത്തരം മുകുന്ദരാജ. കേരള ഇബ്സൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം എൻ കൃഷ്ണപിള്ള. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി സമ്പ്രദായം ഏതാണ്? ഉത്തരം വട്ടെഴുത്ത്. അതിരാണിപ്പാടം കടന്നു വരുന്ന നോവൽ? ഉത്തരം ഒരു ദേശത്തിന്റെ കഥ. ബസ് വരാനായി രവി കാത്തുകിടന്നു. ഏത് നോവലിലാണ് ഇങ്ങനെ അവസാനിക്കുന്നത്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. അൽഫോൺസ് അച്ഛൻ എന്ന മാന്ത്രികൻ മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ദൈവത്തിന്റെ വികൃതികൾ. ദാസൻ എന്ന പ്രസിദ്ധ കഥാപാത്രം ഏത് നോവലിലുള്ളതാണ്? ഉത്തരം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. നിർമാല്യം എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായ കഥ ഏതാണ്? ഉത്തരം പള്ളിവാളും കാൽച്ചിലമ്പും. വായനാ ദിനമായി ആചരിക്കുന്ന ദിവസം? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം പി എൻ പണിക്കർ. കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 2017 മുതൽ. ഏറ്റവും പുരാതനമായ വേദം? ഉത്തരം ഋഗ്വേദം. തപാൽ സ്റ്റാമ്പിൽ ആദരിക്കപ്പെട്ട ആദ്യ മലയാള കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ബൈബിൾ രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഉത്തരം ഹീബ്രു. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥയുടെ പേര്? ഉത്തരം എന്നിലൂടെ. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഇരയിമ്മൻ തമ്പി. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബാല്യ ഒന്ന് ഏത് കൃതിയിലുള്ളതാണ്? ഉത്തരം ബാല്യകാല സഖി. അപ്പുക്കിളി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച നോവലിസ്റ്റ് ആരാണ്? ഉത്തരം ഒ വി വിജയൻ. കയ്യൂർ സമര പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ? ഉത്തരം ചിരസ്മരണ. അടിയന്തരാവസ്ഥാ ജീവിതം പ്രതിപാദിക്കുന്ന സന്തോഷ് കുമാറിന്റെ നോവൽ? ഉത്തരം അന്ധകാര നാഴി. അധ്യാപക കഥകൾ എഴുതി വിഖ്യാതനായ കഥാകൃത്ത്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. ആശാ മേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം കെ ശ്രീകുമാർ. ദൈവമേ കൈത്തൊഴാം എന്ന് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ഗാനം രചിച്ച കവി ആരാണ്? ഉത്തരം പന്തളം കേരളവർമ്മ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം പി എൻ പണിക്കർ. 1926 പി എൻ പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനാശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. കേരളത്തിലെ ആദ്യ വായനാശാലയാണ് സനാതനധർമ്മം. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പി എൻ പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെയും ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം?
ഉത്തരം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി അല്ലെങ്കിൽ കാൻഫെഡ്. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം എഴുത്തച്ഛൻ.